ഹലോ മോളെ, എൻ്റെ പേര് അസിൻ. ആ? അസിൻ. അസിൻ. അസിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ. പാട്ട് പാടുവോ അസിൻ? പാട്ട് പാടുവോ? ആ, പാടിക്കോ. ആ, ഏത് പാട്ട് പാടണം അല്ലേ? ഓക്കെ, താങ്ക് യു. ഇവിടെയാണോ? പാലക്കാടാണോ വീട്? പാലക്കാട്. പറളിയിൽ. പാലക്കാട് വോട്ടുണ്ടോ? വോട്ടുണ്ട്. ഇത്തവണ വോട്ടുണ്ട്. നേരത്തെ എവിടെയായിരുന്നു വോട്ട് ചെയ്തിരുന്നത്? ഇതുവരെ വോട്ട് ചെയ്തില്ല. ആദ്യം വോട്ട് ചെയ്യാൻ പോവാ. പാലക്കാട് എങ്ങനെയാ സാധ്യത? LDF ആണ് സാധ്യത അല്ലേ? ഓക്കെ, പാലക്കാട് LDF സാധ്യത എന്നാണ് പറയുന്നത്. താങ്ക് യു. അപ്പോ നമുക്കിനി ഹലോ സർ. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചേ. കേട്ടിട്ടുണ്ടാവില്ലേ? മുഖം കണ്ടാൽ എങ്ങനെ കേട്ടിട്ടുണ്ടാവുന്നത്? മുഖം കണ്ടാൽ കേൾക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അത് നമുക്ക് സസ്പെൻസ് ഒക്കെ പൊളിച്ചേക്കാം. രണ്ടുപേരും ഒന്ന് മൂളിക്കേ. தன்னை மறந்து மண்ணில் விழுந்து இளமை மலரின் மீது கண்ணை இழந்த வண்டு தேக சுகத்தில் கவனம் காட்டு வழியில் பயணம் கங்கை நதிக்கு மண்ணில் அணையா ഇനി ഒന്ന് കണ്ണടച്ച നിങ്ങൾ. കണ്ണടയ്ക്കുമ്പോൾ ഈ ശബ്ദം നിങ്ങൾ എവിടെയോ കേട്ടതായിട്ട് ഓർമ്മിക്കുന്നില്ലേ? എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ അതേ ശബ്ദത്തിലാണ് പാടുന്നത്. സ്വയം പരിചയപ്പെടുത്തും. പറഞ്ഞാട്ടെ. പേര് സതീഷ്. സതീഷ് ചെറിയ പുള്ളിയല്ലേ? സതീഷാണ് ഒരുപക്ഷെ എസ് പിയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന സ്വരച്ചേർച്ചയുള്ള ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ എസ് പിയുടെ ഒരു ഫാനാണ്. അതെ അതെ, ഡൈ ഹാർഡ് ഫാനാണ്. സാറിന്റെ പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പാടാറുള്ളത്. പാടുന്നുണ്ടോ ഇപ്പോ സതീശൻ? നിറയെ പാടുന്നുണ്ട്. അതെ അതെ അല്ലേ? എസ് പി പോകുന്ന സമയത്ത് വലിയ സങ്കടം വരുന്നില്ലേ? വളരെ സങ്കടമായിരുന്നു. കാരണം സാറ് പോകുന്നതിന്റെ തൊട്ട് മുൻപുള്ള മാസം, അതിനുശേഷമുള്ള മാസമായിരുന്നു സാറുമായിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുമിച്ച് നിങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടോ? ഒരുമിച്ച് ചെയ്തിട്ടില്ല. ചെയ്യാൻ പോകുന്ന സമയത്തായിരുന്നു സാറിന്റെ വിയോഗം. സതീശന്റെ വീട് എവിടെയാ? പാലക്കാട് തന്നെയാണ്, കല്ലിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എപ്പോഴാണ് ഇത് എസ് പി ആയിട്ടൊരു ശബ്ദം സാമ്യം ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്? നമ്മള് ഷോസുകളിൽ ഒരുപാട് ചെയ്യാറുണ്ട്. ഗാനമേള അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകാറുണ്ട്. പക്ഷേ സ്മ്യൂളിൽ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ ഒരു SPB സാറിന്റെ പാട്ട് പാടിയ. ഏത് പാട്ടായിരുന്നു? നമുക്കൊന്ന് പാടിയാലോ? അത് നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഈ പാട്ട് പാടിയ ശേഷമാണ് നമ്മൾ കുറേ ചാനൽ ഫ്ലവേഴ്സ് ഉൾപ്പെടെ അങ്ങനെ കുറേ ചാനലുകളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ വൈറലായി. അങ്ങനെ കുറേ നിറയെ ഷോസ്. നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ? സാറ് നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കാണാനിരുന്നപ്പോഴാണ് പിന്നീട് അപ്പോ അതിനുശേഷം ഒട്ടേറെ വേദികളിലൊക്കെ പാടി. ഏറ്റവും കൂടുതൽ കൈഡി കിട്ടിയ പാട്ട് ഏതാ? ഇളയനില, താരാപദം അങ്ങനെയുള്ള പാട്ടുകൾ. ഇളയനില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே ഇളയനില ഒഴുകിറതേ. ഏറ്റവും കൂടുതൽ കൈഡി ഈ രണ്ട് പാട്ടിലായിരിക്കും അല്ലേ? അതെ അതെ, ഏറ്റവും കൂടുതൽ സ്റ്റേജുകളിൽ പാടിയിട്ടുള്ള പാട്ട് ഇളയനിലയാണ്. ഓക്കെ. അപ്പോൾ എസ് പി ആയിട്ട് ഒരുമിച്ചൊരു പാട്ട് പാടാനുള്ള അവസരം കിട്ടില്ല എന്നൊരു സങ്കടമുണ്ട്. പക്ഷേ സാറിന്റെ ഫാമിലി ആയിട്ടൊക്കെ അറിയാം. SPB ചരൺ അവരുടെ എല്ലാം അറിയാം. എല്ലാവരും അറിയാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗായകനേതാ? ഒബ്വിയസ്ലി ദാസേട്ടൻ. അത് പിന്നെ പറയാതെ. ദാസേട്ടൻ ഏത് പാട്ടാണ് പാടുന്നത് സതീഷ്? ദാസേട്ടൻ്റെ ഞാൻ മോസ്റ്റ്ലി എല്ലാം ഈ തമിഴ് ഒരു പാട്ടുകളാണ് കൂടുതലും നമുക്കൊരു ഇഷ്ടം. ദാസേട്ടൻ്റെ പാട്ട് കണ്ണേ കലൈമാൻ എന്ന് പറഞ്ഞു. കണ്ണേ കലൈമാനേ കന്നിമയിൽ എന്ന കണ്ടേൻ ഉனை നാനേ അന്തിപ്പകൽ ഉனை நான் பார்க்கிறேன் ஆண்டவனை இதைத்தான் கேட்கிறேன் ராரிராரோ ഊരാരിരോ രാരിരാരോ ഊരാരിരോ. ഈ ചൂടത്ത് നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോവും.
ഒന്ന് കണ്ണടച്ചാൽ കൊള്ളാം. അപ്പോൾ സതീശ താങ്ക് യു സർ, സാറെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. സതീശനെ കാണാൻ സാധിച്ചു. സതീശിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്ലവേഴ്സിൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഷോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് സുധിയാണ് പറയുന്നത് സതീശൻ ഇന്ന് വരുന്നുണ്ട്. അപ്പം പ്രേക്ഷകർ കൂടി ആ പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം. തീർച്ചയായും ഷോ ഉണ്ടായിരുന്നു, ശിവരാത്രി ഷോ കഴിഞ്ഞു. ഷോ കഴിഞ്ഞു വരുന്ന വഴിയാണ് കണ്ണിലെ ഉറക്കമൊക്കെ എവിടെയായിരുന്നു ഷോ ഉണ്ടായിരുന്നത്? പാലക്കാട് തന്നെ. പാലക്കാട് തന്നെയാണ്. അപ്പം ട്രൂപ്പിന്റെ കൂടെയാണോ പോകുന്നത്? എനിക്ക് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പ് ഉണ്ട്, സ്വന്തമായിട്ട് ട്രൂപ്പ്. ഡോപ്പൽ ഗാംഗേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഉണ്ട്. കുറച്ച് പേര്. അപ്പോൾ സതീശന് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ സാറെ കണ്ടാലും വളരെ സന്തോഷം. സന്തോഷം സതീശൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക്സ്.